ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സ്കൂൾ തുടങ്ങുന്ന ആദ്യത്തെ ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പൂരിയും ബാജിയും ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അതാകുമ്പോൾ ടിഫിനിലേക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ചോറോ അങ്ങനത്തെ ഒന്നും അത്ര കഴിക്കില്ല. അപ്പോൾ പിന്നെ അവർ കഴിക്കുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കാം, ടിഫിൻക്കും കൊടുക്കാം, ലഞ്ച് ബോക്സ് ആയിട്ടെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ബാജിക്കുള്ള പൊട്ടാറ്റോ ഒക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കടുക് താളിക്കുക, കടുകും ജീരകവും പിന്നെ ഒരു മുളകുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഉള്ളി, തക്കാളി പിന്നെ 2 പച്ചമുളകാണ്. അത്ര എരിവില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അത് നീളത്തിൽ അരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തത്. കാണുമ്പോൾ നമ്മൾ ടിഫിൻക്കൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ അത് മാറ്റി സൈഡിൽ വെച്ചേക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് ഞാൻ തട്ടുകടയിലൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പാചകയുടെ രീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ടത്. എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കാനും പോകുന്നില്ല, ബാജി മസാല അങ്ങനത്തതൊന്നും ചേർക്കാനും പോകുന്നില്ല. ഇതൊന്ന് വാടിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ലൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ഒരു കുഴഞ്ഞ രൂപത്തിൽ നമുക്ക് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ട് നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഇനി വെന്തുടയുന്ന ആ നേരത്തില്ലേ പൂരിക്കുള്ള ബാറ്റർ റെഡിയാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് അളവ് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 4 കപ്പോളം എടുത്തിട്ടുണ്ട്. 4 കപ്പ് എന്ന് പറയുമ്പോൾ ഞാനിത് ഈ ആട്ടപ്പൊടിയിൽ ഞാൻ 2/3 കപ്പിൻ്റെ കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഞാൻ ചെറിയ റവയില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ പൂരി നല്ല പൊങ്ങിയിട്ട് കുറേ നേരം അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ ഇതിലേക്കില്ല ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എള്ളില്ലേ, നമ്മുടെ വെളുത്ത എള്ള്, അത് നല്ലതല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ മുടിയൊക്കെ കുഴഞ്ഞ് പോകുന്ന ഈ ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ എള്ളിൻ്റെ എന്ത് ഐറ്റംസ് ജ്യൂസൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അതിലൊരു ചെറുതായിട്ടുള്ളൊരു മണം കൂടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഫുഡിലൊക്കെ അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എല്ലാ ഫുഡിലും നമുക്ക് നമ്മുടെ വീട്ടിൽ ടീനേജ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ എല്ലാ ഫുഡിലും നമുക്ക് ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ചെറിയ ചെറിയ കോൺസെപ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതവർക്ക് അറിയാതെ തന്നെ അവർക്ക് അയച്ചു പോവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. പൂരിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നല്ല ലൂസായിട്ടുള്ള മാവ് ഉണ്ടായാൽ എന്തായാലും ഓയിലൊക്കെ കുടിക്കും. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ടുള്ള മാവ് റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ ബാജിയിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാജിയുടെ മസാലയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പൊട്ടാറ്റോ അല്ലേ വേവിച്ച് വെച്ചത് നല്ലോണം ഒന്ന് മാഷാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ എന്താ ഇവിടെ ബാജിയും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലയോ കൊറിയൻഡർ ലീവ്സോ അങ്ങനത്തെ മല്ലിച്ചപ്പോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നീറ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓയിൽ പൂരി ചൂടാവാനുള്ള ഓയിലും കൂടി റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡ് പൂരി മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് തീ നല്ലോണം കൂട്ടി വെക്കുക. പൂരി ചുടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീ നല്ലോണം കൂട്ടി വെച്ച് കൊടുക്കാം. ഓയിൽ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ, എന്നാൽ പെട്ടെന്ന് പൂരി പൊങ്ങിയിട്ട് ഓയിൽ കുടിക്കാതെ നമുക്ക് ഓയിലി ഫ്രീ ആയിട്ടുള്ള പൂരി റെഡിയാക്കിയിട്ട് കിട്ടുന്നത്. ഇത് ഞാനിപ്പോൾ പത്തലൊക്കെ ചുടുന്ന മനയില്ല, അതിലാണ് പ്രസ്സാക്കിയിട്ട് പൂരി ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ടൈം ആവാറായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ മനയിൽ തന്നെ ചുട്ടെടുക്കുന്നത്. നല്ല പൊങ്ങിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി തന്നെ റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. ഓയിൽ ഒട്ടും ഇല്ല കേട്ടോ, ഓയിൽ നല്ല ഫ്രീ ആണ്. കാരണം ഞാൻ ചെറിയ റവയും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ എൻ്റെ മാവ് നല്ല ടൈറ്റായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പൂരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ബാജിയും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് കുട്ടികളൊക്കെ മദ്രസയും വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും കഴിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ കോഫിയുടെ കൂടെ. എന്നിട്ട് എൻ്റെ ജോലികളാണ് ടിഫിൻ റെഡിയാക്കുക, കുട്ടികളെ തല വാരി കൊടുക്കുക, ഇസ്ത്രി ഇടുക, അങ്ങനത്തെ ജോലികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ലഞ്ച് ബോക്സും പ്രിപ്പയർ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ഞാൻ പച്ചമുളക് നല്ലോണം നീളത്തിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുത്തതല്ലോ, അപ്പോൾ അതൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ അവിടെ ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ടിഫിൻ എന്തായാലും ക്ലീൻ ആക്കിയിട്ട് വരാൻ പറ്റില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ വരാൻ സാധ്യത.
അതുകൊണ്ട് ഞാൻ എല്ലാം നീറ്റായിട്ട് തന്നെ അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വരുമ്പോൾ എൻ്റെ ടിഫിന് കഴുകിയിട്ടില്ലെങ്കിലും നീറ്റായിട്ട് തന്നെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ടിഫിനൊക്കെ റെഡി ആയിട്ടുണ്ട്, വാട്ടർ ബോട്ടിലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാഗിലൊക്കെ വെച്ച് കൊടുക്കുക, നാപ്കിനൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ടിഫിൻ ബാഗൊക്കെ റെഡിയാക്കിയിട്ട് കൊടുക്കുക. ടിഫിൻ ബാഗൊക്കെ ഞാൻ അന്ന് സ്കൂള് എക്സാമൊക്കെ തീർന്ന പാടന്നെ എല്ലാം നീറ്റാക്കിയിട്ട് കഴുകി വെച്ചതായിരുന്നു. പിന്നെ അത് ഇന്നാണ് കേട്ടോ എടുത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഇപ്പം നമുക്ക് സ്നാക്സ് ആയിട്ട് ഒരാൾക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്, ചെറിയവർക്ക് മാത്രമാണ്. വലിയവർക്ക് സ്നാക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ആ പീരീഡും ഇല്ല. ചെറിയവർക്കാണെങ്കിൽ സ്നാക്സ് പീരീഡ് എന്ന് വെച്ചിട്ട് സെപ്പറേറ്റ് പീരീഡ് തന്നെ ഉണ്ടാവും. പിന്നെ എനിക്ക് ചെറുതായിട്ട് ഇതാ ഡ്രീം കേക്ക് ഉണ്ട്, ചെറുതായിട്ട് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ ഒരു ദിവസം മുന്നേ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ പാക്കിങ് മാത്രമാണ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഞാനിപ്പോൾ ഇതാ അതിൻ്റെ മൂടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, സ്പൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് അത് നല്ലൊരു ബോക്സിൽ നല്ല പാക്കിംഗ് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നേരത്തെ എല്ലാം റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് സ്കൂളിലുള്ള സമയത്ത് എന്തായാലും എൻ്റെ പണികളൊക്കെ 10-10:30 മണിയാകുമ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞോളും. അപ്പോൾ എന്നെപ്പോലെ 6 ഉള്ളത്. പിന്നെ എന്തായാലും എനിക്ക് ഉച്ചയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലഞ്ചൊന്നും ഞാൻ പ്രിപ്പയർ ആക്കാറില്ല, ഡയറക്റ്റ് രാത്രിയിലേക്കുള്ള ഡിന്നറാണ് പ്രിപ്പയർ ആക്കുന്നത്. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇസ്തിരിയിട്ടേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സ്കൂളിലേക്ക് പോകാൻ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കുറേ ദിവസം വീട്ടിലിരുന്നിട്ട് പോകുമല്ലോ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.